ഗ്രേഡിയന്റ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റിഫ്രാക്ഷൻ എന്ന ചാപ്റ്ററിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ്. അപ്പോൾ ക്ലാസ്സുകൾ പല പല ഭാഗങ്ങളാക്കാതെ ഞാൻ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സോട് കൂടി മാക്സിമം നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. വളരെ കുറച്ച് കാര്യങ്ങളെ നമുക്ക് ഇനി ഇവിടെ പഠിക്കാനായിട്ടുള്ളൂ. അപ്പോൾ ഇതിന് മുന്നത്തെ ക്ലാസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ആ ക്ലാസ്സിന്റെ ലിങ്ക് ഉണ്ട്. അത് കണ്ടതിന് ശേഷം വേണം ഈ ക്ലാസ് കാണാൻ. കാരണം നമ്മൾ ആ മുന്നത്തെ ക്ലാസ്സിലാണ് റിഫ്രാക്ഷൻ എന്താന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പഠിച്ചത്. ഓക്കെ, നമ്മൾ റിഫ്രാക്ഷൻ എന്താന്ന് പഠിച്ചു, ഓർമ്മയില്ലേ? റിഫ്രാക്ഷൻ പഠിച്ചു, റിഫ്രാക്ഷൻ ഉണ്ടാകുന്ന കാരണം പഠിച്ചു, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പഠിച്ചു, ഓരോ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് പഠിച്ചു. അതുപോലെ തന്നെ ഇതിപ്പോൾ ഈ കാണുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ലൈറ്റ് ഓരോ മീഡിയത്തിലും എങ്ങനെ ബെൻഡ് ചെയ്യുന്നു എന്നുള്ള കാര്യം പഠിച്ചു. അതുപോലെ തന്നെ ഒരു ഗ്ലാസ് ലാബിൽ ഉണ്ടാകുന്ന റിഫ്രാക്ഷനെ പറ്റി പഠിച്ചു. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അറ്റ്മോസ്ഫിയറിൽ നടക്കുന്ന റിഫ്രാക്ഷനെ പറ്റിയാണ്. ഓക്കെ, നമുക്കൊരു അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ എന്ന് പഠിക്കാം. ഒന്ന് രണ്ട് കാര്യങ്ങൾ പഠിക്കാനായിട്ടുള്ളൂ. അതിലൊന്നാമത്തെയാണ് ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർസ്. ഓക്കെ, നമുക്കറിയാം നക്ഷത്രങ്ങൾ നമ്മൾ കാണുമ്പോൾ ട്വിങ്കിൾ ചെയ്യുക അല്ലെങ്കിൽ തിളങ്ങുന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് നടക്കുന്നത്? അപ്പൊ അതിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നടക്കുന്ന റിഫ്രാക്ഷൻ കാരണമാണ് സ്റ്റാർ എന്തായിട്ട് തോന്നുന്നത്, നമുക്ക് ട്വിങ്കിൾ ചെയ്യുന്നതായിട്ട് തോന്നുന്നു. അപ്പൊ ഇനി എന്താണ് ആ സംഭവം നമുക്കൊന്ന് നോക്കാം. ഇവിടെ ശ്രദ്ധിക്കുക. നമുക്ക് നമ്മുടെ ഭൂമി ഇതാണ് നിങ്ങൾ വിചാരിക്കുക. ഈ ഭൂമിയിൽ ഇവിടെയാണ് നമ്മൾ മനുഷ്യർ നിൽക്കുന്നത്. ഈ ഭൂമിയുടെ പുറത്തായിട്ട് എന്തുണ്ട്? ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്, അല്ലെ? നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സുകളിൽ. ഈ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് എയർ കൊണ്ട്, അല്ലെ, എയർ, ഡസ്റ്റ് പാർട്ടിക്കിൾസ്, വാട്ടർ മോളിക്യൂൾസ് ഒക്കെ അടങ്ങുന്ന ഒന്നാണ് നമ്മുടെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. ഇത് ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ എന്നങ്ങനെ പല പല ലെയറുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഭൂമിയെ അപേക്ഷിച്ച് നോക്കിയാൽ ഒരുപാട് ദൂരെ നിൽക്കുന്നവരാണ്. ഓക്കെ, അതാണ് എന്തെന്ന് പറയുന്നത്, നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ സ്റ്റാർ എന്ന് പറയുന്നത്. അപ്പൊ ദൂരം കൂടുന്തോറും നമ്മൾ ഒബ്ജക്റ്റിനെ ചെറുതായിട്ടാണ് കാണുന്നത്, അല്ലെ? ഒരു എയർപോർട്ടിൽ കിടക്കുന്ന വിമാനം നമ്മൾ കാണുമ്പോൾ അത് വലുതായിരിക്കും, പക്ഷെ അത് ആകാശത്തോട്ട് പറക്കുമ്പോൾ നമ്മൾ ചെറുതായിട്ടേ കാണുള്ളൂ, അല്ലേ? അപ്പൊ ദൂരം നമ്മളിൽ നിന്ന് കൂടുന്തോറും നമ്മൾ ഒബ്ജക്റ്റിന് ചെറുതായിട്ട് കാണും. അങ്ങനെ വളരെ ദൂരെയുള്ള സ്റ്റാറുകളെ നമ്മൾ എന്തായിട്ടാണ് കാണുന്നത്? നമ്മൾ പോയിന്റ് സോഴ്സ് ആയിട്ടാണ് കാണുന്നത്. എന്തായിട്ടാണ് കാണുന്നത്? പോയിന്റ് സോഴ്സ് എന്ന് വെച്ചാൽ ഒരു ചെറിയ ഒരു LED ബൾബ് കത്തി നിൽക്കുന്ന പോലെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ചെറിയൊരു പൊട്ടുപോലത്തെ ലൈറ്റ്. അങ്ങനെയാണ് നമ്മൾ ആരെ കാണുന്നത്? സ്റ്റാറിനെ കാണുന്നത്. സത്യത്തിൽ സ്റ്റാർ വലുതാണ്. ഇനി കാര്യത്തിലോട്ട് വരാം. ഈ പറയുന്ന സ്റ്റാറിൽ നിന്ന് വരുന്ന ലൈറ്റ് നേരെയാണ് വരുന്നതെന്ന് അറിയാമല്ലോ. വന്ന് എവിടെ എത്തും? നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എത്തും. അപ്പൊ ഈ കാണുന്നതാണ് എന്താ? നമ്മുടെ അറ്റ്മോസ്ഫിയർ എന്ന് പറയും. ഈ അറ്റ്മോസ്ഫിയർ എത്തുന്ന ലൈറ്റ് ഈ ഓരോ ലെയറുകളിൽ കൂടെ കടന്നു പോകുമ്പോൾ ഈ ഓരോ ലെയറിന്റെയും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഡിഫറൻ്റ് ആണ്. ഓക്കെ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്. അതായത് കുറെ ഭാഗം റെയർ മീഡിയം ആയിരിക്കും, ചിലപ്പോൾ ഡെൻസ് മീഡിയം വരും, പിന്നെ റെയർ മീഡിയം വരും, പിന്നെ ഡെൻസ് മീഡിയം വരും. അപ്പോൾ ഈ മീഡിയത്തിന്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ ഓരോ ലെയറിൽ എത്തുന്തോറും നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ വരുന്ന ഈ ലൈറ്റ് എന്ത് ചെയ്യും? പല അളവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്ത് ചെയ്യും? ബെൻഡ് ചെയ്താണ് നമ്മുടെ കണ്ണിലോട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ആക്ച്വലി കാണുന്ന സ്റ്റാറിന്റെ പൊസിഷനിലായിരിക്കില്ല, അതായത് യഥാർത്ഥത്തിൽ സ്റ്റാർ നിന്ന പൊസിഷനിലായിരിക്കില്ല നമ്മൾ ആരെ കാണുന്നത്? സ്റ്റാറിനെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ ആക്ച്വൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സ്റ്റാർ ഉള്ള പൊസിഷനാണ് എന്തെന്ന് പറയുന്നത്? ആക്ച്വൽ പൊസിഷൻ. പക്ഷെ നമ്മൾ കാണുന്നത് എവിടെയായിരിക്കും? നമ്മൾ കാണുന്നത് ഒരു അപ്പാരന്റ് പൊസിഷനിലായിരിക്കും. എവിടെയായിരിക്കും? അപ്പാരന്റ് പൊസിഷനിലായിരിക്കും. എന്ന് വെച്ചാൽ നമുക്ക് തോന്നിയ പൊസിഷൻ. കാരണം ഒരു ചെറിയ ലൈറ്റ് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി. നിങ്ങളുടെ റൂമിനകത്തുള്ള ബൾബിലേക്ക് സൂക്ഷിച്ചു നോക്കിയിട്ട് നിങ്ങളെ ഇടത്തേക്കണോ വലത്തേക്കണോ ഇങ്ങനെ മാറ്റി മാറ്റി അടക്കി നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? ആ നക്ഷത്രത്തിൽ അല്ല ബൾബ് തിളങ്ങുന്ന പോലെ കാണാൻ പറ്റും. അങ്ങനെ ഈ അപ്പാരന്റ് പൊസിഷനും ആക്ച്വൽ പൊസിഷനും ലൈറ്റ് എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിയായിരിക്കും നമ്മുടെ കണ്ണിലേക്ക് എത്തുന്നത്. ഈ പറയുന്ന പ്രശ്നം കാരണമാണ് നമ്മുടെ നക്ഷത്രങ്ങൾ എന്തായിട്ട് തോന്നുന്നത്? നമുക്ക് തിളങ്ങുന്നതായിട്ട് തോന്നുന്നത്. സത്യത്തിൽ സ്റ്റാർ എന്ത് ചെയ്യാറില്ല? ട്വിങ്കിള് ചെയ്യാറ് ഇല്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ അതാണ് എന്ത്? ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർസ് എന്നുകൊണ്ട് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. നോക്കിയേ, ഇവിടെ കണ്ടോ? ഇതാണ് ആക്ച്വൽ പൊസിഷൻ, ഇതാണ് അപ്പാരന്റ് പൊസിഷൻ. ഈ വരുന്ന സൂര്യപ്രകാശം ഓരോ ലെയറിലും തട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും റിഫ്രാക്ട് ചെയ്താണ് ഭൂമിയിലോട്ട് വരുന്നത്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്റ്റാർ ട്വിങ്കിൾ ചെയ്യുന്നതായിട്ട് കാണുന്നത്. ഓക്കെ, സോ ദ സ്റ്റാർസ് അപ്പിയർ ആസ് പോയിന്റ് സോഴ്സ് ഓഫ് ലൈറ്റ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ദ ഡിസ്റ്റൻസ്.
ഇനി ഈ ലൈറ്റ് വരുന്ന സ്റ്റാർ എവിടെ എത്തും? ഇറ്റ് ഈസ് ട്രാവേഴ്സിങ് ത്രൂ ദ അറ്റ്മോസ്ഫിയർ അല്ലെ, അറ്റ്മോസ്ഫിയറിൽ കൂടിയാണ് വരുന്നത്. അപ്പൊ ഇവിടുത്തെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? മാറിക്കൊണ്ടേ ഇരിക്കും. ഫിസിക്കൽ കണ്ടീഷൻ, പ്രഷറും ടെമ്പറേച്ചറും ഒക്കെ മാറുന്നതനുസരിച്ച് അറ്റ്മോസ്ഫിയറിന്റെ ഡെൻസിറ്റി മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ എന്ത് പറ്റും? ഇറഗുലർ ആയിട്ട് റിഫ്രാക്ഷൻ നടക്കും. അങ്ങനെ നമ്മുടെ കണ്ണിലേക്ക് എത്തുന്ന സ്റ്റാർ ലൈറ്റ് എന്ന് പറയുന്നത് പലതവണ റിഫ്രാക്ട് ചെയ്തിട്ടായിരിക്കും വരുന്നത്. സോ നമുക്ക് എന്താ പറ്റത്തില്ല? കണ്ടിന്യൂസ് ആയിട്ട് അതിനെ കാണാൻ പറ്റത്തില്ല. അണഞ്ഞു കത്തിയാണ് കാണുന്നത്. ഇതാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റാറുകൾ ട്വിങ്കിൾ ചെയ്യുന്നതിന്റെ റീസൺ ആയിട്ട് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ബാക്കിലോട്ട് പോയിട്ട് എക്സ്പ്ലനേഷൻ ഒന്ന് കണ്ടു നോക്കി, നിങ്ങൾക്ക് ക്ലിയർ ആവും. അങ്ങനെയാണെങ്കിൽ അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷന്റെ രണ്ടാമത്തെ കേസിലോട്ട് പോകാമോ? ഇപ്പോൾ എന്താ പറയുന്നത്? ഓക്കെ, ഈവൻ ആഫ്റ്റർ ദ സൺ പാസസ് ദ വെസ്റ്റേൺ ഹൊറൈസൺ ദ സൺ ഈസ് വിസിബിൾ ഫോർ സം മോർ ടൈം. സിമിലർലി സൺ ക്യാൻ ബി വ്യൂഡ് ഫ്യൂ സെക്കൻഡ്സ് ബിഫോർ ഇറ്റ് റീച്ചസ് ദ എർത്ത് ഹൊറൈസൺ ഇൻ ദ മോർണിംഗ്. എന്ന് വെച്ചാലേ യഥാർത്ഥത്തിൽ സൂര്യൻ ഉദിക്കുന്നതിന് 2 മിനിറ്റ് മുന്നേയും അസ്തമിച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് നമുക്ക് ആകാശത്ത് ആരെ കാണാൻ പറ്റും? സൂര്യനെ കാണാനായിട്ട് പറ്റും. ഇത് എന്തുകൊണ്ടാണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് മനസ്സിലാക്കാം. അപ്പൊ എന്താ ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കാം. സോ നമ്മുടെ ഭൂമിയാണ് ഇതെന്ന് നിങ്ങൾ വിചാരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ ഭൂമി. ഓക്കെ, ഈ ഭൂമിയുടെ മുകളിലായിട്ട് എന്തുണ്ട്? ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട് അല്ലെ? എന്തുണ്ട്? ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. ഇനി കാര്യത്തിലോട്ട് വയ്ക്കാം. എന്താണ് ഹൊറൈസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇവിടെ നിൽക്കുക. ഓക്കെ, നിങ്ങൾ നിൽക്കുന്ന ഈ നേരെ വരുന്ന ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഹൊറൈസൺ എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? ഹൊറൈസൺ എന്ന് പറയുന്നത് ചക്രവാളം എന്ന് മലയാളത്തിൽ പറയും. ഇതിന്റെ മുകളിൽ സൂര്യൻ എത്തുമ്പോഴാണ് എന്ത് നടക്കുന്നത്? സൺറൈസ് നടക്കുന്നത് ആക്ച്വലി. പക്ഷെ പറ്റുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് താഴെ ഇവിടെ സൂര്യൻ എത്തുമ്പോൾ സത്യത്തിൽ അപ്പൊ സൂര്യൻ എവിടെ എത്തിയിട്ടില്ല? ഹൊറൈസണ് മുകളിൽ എത്തിയിട്ടില്ല. അതായത് യഥാർത്ഥ സൺറൈസ് ആയിട്ടില്ല. പക്ഷേ സൂര്യനിൽ നിന്ന് വരുന്ന ലൈറ്റ് റൈസ് നേരെയാണല്ലോ വരുന്നത്. ഈ വരുന്ന ലൈറ്റ് റൈസ് എന്ത് ചെയ്യും? നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ തട്ടിയിട്ട് റിഫ്രാക്ട് ചെയ്യും. ഓക്കെ, നേരെ പോകാൻ ലൈറ്റ് എന്ത് ചെയ്യും? ബെൻഡ് ചെയ്ത് നമ്മുടെ കണ്ണിലോട്ട് എത്തും. സോ നമ്മുടെ കണ്ണിലോട്ട് ലൈറ്റ് വരുന്ന ഏത് ഡയറക്ഷനിലാണോ അവിടെ സൂര്യൻ നിൽക്കുന്നുവെന്ന് നമുക്ക് എന്ത് ചെയ്യും? തോന്നും. അങ്ങനെ നമുക്ക് തോന്നും സൂര്യൻ എവിടെ നിൽക്കുകയാണെന്ന്, ഹൊറൈസണ് മുകളിൽ നിൽക്കുകയാണെന്ന്. പക്ഷേ സൂര്യപ്രകാശം വന്നത് എവിടെ നിന്നാണ്? സൂര്യപ്രകാശം വന്നത് ഹൊറൈസണ് താഴെയുള്ള സൂര്യനിൽ നിന്ന് വന്നു, അറ്റ്മോസ്ഫിയർ തട്ടി ബെൻഡ് ചെയ്തു. സോ ബെൻഡ് ചെയ്ത് എവിടെയാണോ അതിന് നേരെ സൂര്യൻ നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. അങ്ങനെ നമ്മൾ സൂര്യനെ കാണുന്നു. ഇതുപോലെ തന്നെ അസ്തമിക്കുമ്പോഴും സംഭവിക്കുന്നത്. ഓക്കെ, നോർമൽ അസ്തമയം എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന ഹൊറൈസൺ, ഇതാണ് ഹൊറൈസൺ എന്ന് വിചാരിക്കുക. ഈ ഹൊറൈസന്റെ താഴെ സൂര്യൻ എത്തുമ്പോഴാണ് അസ്തമയം എന്ന് പറയും. അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സൂര്യനെ കാണാൻ പാടില്ല. പക്ഷെ എന്ത് പറ്റും? അസ്തമിച്ച് കഴിയുമ്പോഴും സൂര്യനിൽ നിന്ന് വരുന്ന ലൈറ്റ് റൈസ് അറ്റ്മോസ്ഫിയറിലെത്തി ബെൻഡ് ചെയ്ത് നമ്മുടെ കണ്ണിലോട്ട് വരും. സോ നമ്മുടെ ബ്രെയിൻ എന്ത് പറയും? ദേ കിടക്കുന്നു സൂര്യൻ എവിടെ? ചക്രവാളത്തിൽ അല്ലെങ്കിൽ ഹൊറൈസണ് മുന്നിൽ. സോ നമ്മൾ എന്ത് പറയും? നമുക്ക് എന്ത് തോന്നും? സൂര്യൻ അവിടെ ഉള്ളതായിട്ട്. ഇതാണ് പ്രശ്നം. ഈ ഒരു കണ്ടീഷനാണ് നമ്മൾ അഡ്വാൻസ്ഡ് സൺറൈസ് ആൻഡ് ഡിലേഡ് സൺസെറ്റ് എന്ന് വിളിക്കും. ഇത് വിളിക്കും അഡ്വാൻസ്ഡ്, നേരത്തെ നടക്കുന്ന സൺറൈസ് അല്ലെ, അഡ്വാൻസ്ഡ് സൺറൈസ്. അല്ലെങ്കിൽ നമുക്ക് വേർന്ന് വിളിക്കുക എന്താണ്? ഡിലൈഡ് സൺസെറ്റ്. ഓക്കെ, എന്താണ്? അഡ്വാൻസ്ഡ് സൺറൈസ് അല്ലെങ്കിൽ ഡിലേഡ് സൺസെറ്റ് എന്ന് വിളിക്കുന്നത്. ഇതാണ് ഇവിടെ നോക്കി എന്താ നടക്കുന്നത്? ആക്ച്വൽ പൊസിഷൻ ദാ ഇവിടെ കാണുന്നുണ്ട് അല്ലെ സൂര്യന്റെ. ഇവിടുന്ന് വരുന്ന ലൈറ്റ് റൈസ് വരുന്നു, ബെൻഡ് ചെയ്യുന്നു, വരുന്നു. സോ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ സൂര്യൻ അപ്പാരന്റ് പൊസിഷനിലാണ് നമ്മൾ ആരെ കാണുന്നത്? സൂര്യനെ കാണുന്നത്. ആക്ച്വൽ പൊസിഷൻ താഴെ, അപ്പാരന്റ്. ഇതാണ് എന്തെന്ന് പറയുന്നത്? നേരത്തെ സൂര്യനെ കാണും. സോ ദ സൺ ഈസ് വിസിബിൾ. എന്നാൽ 2 മിനിറ്റോളം മുന്നെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? കാണുന്നത്, ഡ്യൂ ടു അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ. അതുപോലെ സൂര്യൻ ബിലോ ആവുന്ന ഹൊറൈസണ് വരുമ്പോഴേ എന്ത് പറ്റും? സൺറൈസ് വരുന്നത് ഈ പറയുന്ന റെയർ ടു ഡെൻസ് ആണ്. അപ്പൊ എന്ത് പറ്റും? ബെൻഡിങ് സംഭവിക്കും. അങ്ങനെ നമ്മൾ സൂര്യനെ കാണും. ഇത് രണ്ടുമാണ് അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷനിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് പോകാം. നെക്സ്റ്റ് പുതിയൊരു ടോപ്പിക്ക് വരികയാണ്. ഇതിന്റെ പേരാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഓക്കെ, എന്താണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ? നമ്മൾ സിമ്പിൾ ആയിട്ട് TIR എന്ന് വിളിക്കും. ഓക്കെ, എന്താണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ? ഇതാ ഈ ഫിഗർ ഒന്ന് നോക്കി. നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്, ഈ ലേസർ ലൈറ്റ് നേരെ പോയി തട്ടുന്നത് ഒരു ഗ്ലാസ്സിനകത്തിരിക്കുന്ന വെള്ളത്തിലാണ്. അപ്പൊ വെള്ളം ഒരു ട്രാൻസ്പാരന്റ് മീഡിയം ആയതുകൊണ്ട് തന്നെ നോർമലി ഈ ലൈറ്റ് നേരെ പോവേണ്ടതാണ്. പക്ഷെ അത് നേരെ പോകുന്നില്ല അല്ലെ. ഈ പറയുന്ന സെപ്പറേഷൻ പോയിന്റ് വെച്ച് എന്ത് ചെയ്യാണ്? ലൈറ്റ് ഇങ്ങനെ വളഞ്ഞ് ബെൻഡ് ചെയ്ത് പോവുക. രണ്ടാമത്തെ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. ഈ ഗ്രീൻ കളർ ലേസർ കണ്ടോ? ആദ്യം അടിക്കുന്നു, നേരെ പോകേണ്ടതിന് പകരം ഈ സെപ്പറേറ്റ് ചെയ്യുന്ന നേരെ പോകുന്നു. കുറച്ചുകൂടി ചരിച്ചു വെച്ചപ്പോഴത്തേക്കും തട്ടി എന്ത് ചെയ്യുന്നു? തിരികെ പോകും.
ഇതിനെയാണ് നമ്മൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് നടക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കണം. സോ ഇത് രണ്ട് മീഡിയങ്ങളെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ലൈനാണെന്ന് നിങ്ങൾ വിചാരിക്കുക. ഇതിന്റെ മുകളിൽ കാണുന്ന മീഡിയം എന്ന് പറയുന്നത് എയർ ആണെന്ന് ഞാൻ പറയുന്നു, താഴെ കാണുന്ന മീഡിയം എന്ന് പറയുന്നത് ഞാൻ വാട്ടർ ആണെന്നും പറയും. അപ്പോൾ നിങ്ങൾക്കറിയാം എയർ എന്ന് പറയുന്നത് ഒരു റെയർ മീഡിയവും വാട്ടർ എന്ന് പറയുന്ന ഒരു ഡെൻസ് മീഡിയവും ആണ്. ഇനി ഒന്നാമത്തെ കണ്ടീഷൻ, ലൈറ്റ് ഈ പറയുന്ന റെയർ മീഡിയത്തിൽ നിന്ന് ഡെൻസ് മീഡിയത്തിൽ നിന്നും റെയർ മീഡിയത്തിലോട്ട് പോകുന്നു എന്ന് വിചാരിക്കുക. ഇതാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഉണ്ടാകാനുള്ള ഒന്നാമത്തെ കണ്ടീഷൻ. ലൈറ്റ് എവിടെ നിന്ന് എങ്ങോട്ട് സഞ്ചരിക്കണം? ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയത്തിലോട്ട് സഞ്ചരിക്കും. നോർമലി സഞ്ചരിക്കുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ എന്ത് പറ്റുന്നു? ലൈറ്റ് റേ വരുന്നു, തട്ടുന്ന പോയിന്റിൽ നമ്മൾ വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നോർമൽ എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും എന്ന് വിശ്വസിക്കും. ഓക്കെ, അപ്പൊ ലൈറ്റ് പോകുന്നത് എവിടെ നിന്ന് എങ്ങോട്ടാണ്? ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയർ മീഡിയത്തിലോട്ടാണ്. എന്ത് സംഭവിക്കും? ലൈറ്റ് റേ ഷുഡ് ബെൻഡ്. ഇങ്ങോട്ട് ബെൻഡ് ചെയ്യും. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ബെൻഡ് എവേ ഫ്രം ദ നോർമൽ. ബെൻഡ് എവേ ഫ്രം ദ നോർമൽ, അല്ലെ? നോർമലിൽ നിന്ന് ദൂരേക്ക് ബെൻഡ് ചെയ്യണം. അപ്പൊ നോർമലി പോകേണ്ട ഈ ഒരു പാത്തിൽ ലൈറ്റ് പോകുമോ? ഇല്ല. പകരം എന്ത് ചെയ്യും? ലൈറ്റ് കുറച്ച് ബെൻഡ് ചെയ്യും. എങ്ങോട്ട്? നോർമലിൽ നിന്ന് ദൂരേക്ക്. അപ്പൊ ഇവിടെ തട്ടിയ ഈ ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയും. ഞാൻ രണ്ടാമത്തെ കേസിൽ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസിന് കുറച്ചുകൂടി ഒന്ന് കൂട്ടി എന്ന് വിചാരിക്കും. അപ്പൊ കുറച്ചുകൂടെ ചരിഞ്ഞായിരിക്കും എന്ത് ചെയ്യുന്നത്? ലൈറ്റ് റേ ഒന്ന് തട്ടുന്നത്. അപ്പോഴും എന്ത് സംഭവിക്കും? ഈ പറയുന്ന റിഫ്രാക്ഷൻ സംഭവിക്കും. നോർമലിനെ എവേ ആയിട്ട് ബെൻഡ് ചെയ്യും. ആദ്യം ബെൻഡ് ചെയ്ത, ഒന്നാമത്തെ കേസ് ബെൻഡ് ചെയ്ത ഈ ഒരു അളവിനേക്കാളും കൂടുതലായിരിക്കും ഇപ്പോൾ നടക്കുന്ന ബെൻഡിങ്, അല്ലെ? ലൈറ്റ് റേ ഇങ്ങനെ പോയി എന്ന് വിചാരിക്കും. അപ്പോൾ ഇപ്പോഴത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ആദ്യം ഉണ്ടായിരുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസിനേക്കാളും കൂടുതലാണ്. അപ്പോൾ എന്ത് പറ്റി? ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും കൂട്ടി. അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ചുകൂടി ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസിന് ഒന്ന് കൂട്ടി. അപ്പൊ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈറ്റ് റേ വന്നിട്ട് പ്രത്യേക ആംഗിൾ വന്നിട്ട് തട്ടി. എവിടെ തട്ടി? നമ്മുടെ സെപ്പറേറ്റ് ചെയ്യുന്ന മീഡിയത്തിൽ തട്ടി. സോ ഞാൻ അവിടുത്തെ എന്ത് വരച്ചു? നോർമൽ വരച്ചു. അപ്പൊ നമ്മൾ കണ്ടൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ലൈറ്റ് റേ ഉണ്ടല്ലോ, ഇത് ഈ പറയുന്ന എയർ എന്ന മീഡിയത്തിൽ പോകേണ്ടതിന് പകരം എന്ത് ചെയ്തു? ഈ രണ്ട് മീഡിയത്തിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഈ ഒരു പാത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നതായിട്ട് നമ്മൾ കണ്ടു. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഉണ്ടല്ലോ, ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമ്മൾ വിളിക്കുന്ന പേരാണ് IC അഥവാ ക്രിട്ടിക്കൽ ആംഗിൾ. എന്താണ്? ക്രിട്ടിക്കൽ ആംഗിൾ. ഓക്കെ, അപ്പൊ എന്താ ക്രിട്ടിക്കൽ ആംഗിൾ? ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇറ്റ് ഈസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ബിറ്റ്വീൻ ടു മീഡിയം അറ്റ് വിച്ച് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് 90 ഡിഗ്രി. നിങ്ങളോട് ശ്രദ്ധിച്ചായിരുന്ന ഈ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇവിടെ ഇപ്പൊ എത്രയാണ്? 90 ഡിഗ്രിയാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? രണ്ട് മീഡിയങ്ങൾ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഈ പറയുന്ന ലൈനിലൂടെ ലൈറ്റ് ഇങ്ങനെ കടന്നു പോകും. അപ്പൊ എന്താ ക്രിട്ടിക്കൽ ആംഗിൾ? രണ്ട് മീഡിയങ്ങൾ തമ്മിലുള്ള ക്രിട്ടിക്കൽ ആംഗിൾ എന്താന്ന് വെച്ചാൽ ഏത് ആംഗിൾ ഓഫ് ഇൻസിഡൻസിലാണോ ആ പറയുന്ന രണ്ട് മീഡിയങ്ങൾക്കിടയിലുള്ള ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആകുന്നത്, ആ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമ്മൾ എന്ത് വിളിക്കും? ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ നാലാമത്തെ കേസിൽ എന്ത് ചെയ്തു? ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ വീണ്ടും കൂട്ടി, ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂട്ടി. അപ്പൊ ഇപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് എത്രയാണ്? ആ മീഡിയത്തിലുണ്ടായിരുന്ന ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടിയ ഒരു ആംഗിളിലാണ് എന്ത് ചെയ്യുന്നത്? ഞാൻ ഇപ്പോൾ ലൈറ്റിനെ കൊണ്ടുവന്ന് ആക്കുന്നത്. അതായത് ഇപ്പോഴുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് I എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ IC. ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടിയ ആംഗിൾ ആയിരിക്കും. അപ്പൊ എന്ത് പറ്റും? 90 ഡിഗ്രി കൂടുതലാകും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. അപ്പൊ 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്ത് പറ്റും? ഈ പറയുന്ന സെപ്പറേറ്റിംഗ് മീഡിയവും കഴിഞ്ഞ് അതേ മീഡിയത്തിലോട്ട് ഒരു ലൈറ്റ് എന്ത് ചെയ്യും? തിരിച്ചു വരും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്, ലൈറ്റ് ഒരു മീഡിയത്തിൽ വരുന്നു, തട്ടി അതേ മീഡിയത്തിൽ തിരിച്ചു പോയാൽ അതിനല്ലേ നമ്മൾ എന്ത് വിളിക്കുന്നത്? റിഫ്ലക്ഷൻ എന്ന് വിളിക്കുന്നത്. ആണോ? അല്ലേ? അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിഫ്ലക്ഷൻ. അപ്പൊ ഇവിടെ എന്ത് നടന്നു? റിഫ്ലക്ഷൻ നടന്നു. എന്ത് കാരണം നടന്നു? റിഫ്രാക്ഷൻ കാരണം നടന്നു. അങ്ങനെ റിഫ്രാക്ഷൻ ഫിനോമിന കാരണം റിഫ്ലക്ഷൻ നടന്നാൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. പിടികിട്ടിയ പിള്ളേര്? അപ്പൊ എന്താ പറഞ്ഞത്? ലൈറ്റ് ഒരു ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയർ മീഡിയത്തിലോട്ട് പോകുമ്പോൾ അവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലാണെങ്കിൽ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലാണെങ്കിൽ ആ ലൈറ്റ് റേ അടുത്ത മീഡിയത്തിൽ പോകാതെ തട്ടി അതേ മീഡിയത്തിലേക്ക് തിരിച്ചു വരും. അങ്ങനെ വന്നാൽ അതിനെ വിളിക്കുന്ന പേര് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അതിനെ വിളിക്കുന്ന പേര് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഓക്കെ ആണോ?
അപ്പൊ എന്തായിരുന്നു ക്രിട്ടിക്കൽ ആംഗിള്? ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നതിന് തൊട്ട് മുമ്പത്തെ അവസ്ഥ. അതായത് ഒരു പ്രത്യേക ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എടുത്തപ്പോൾ അവിടുത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയി മാറിയാൽ ആ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെയാണ് നമ്മൾ ആ മീഡിയങ്ങളുടെ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് വിളിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ നോക്കിയാൽ നടക്കുന്നത് അതാണ് കാര്യം. ലൈറ്റ് ഇവിടെ സഞ്ചരിക്കുന്നത് വെള്ളത്തിൽ നിന്നും എയറിലോട്ട്. വെള്ളം എന്ന് പറയുന്നത് ഡെൻസർ മീഡിയം, കാണുന്നില്ല അല്ലെ? വെള്ളം എന്ന് പറയുന്നത് ഡെൻസർ മീഡിയം, പോകുന്നത് എയറിലോട്ട് റെയറർ മീഡിയം. ഫ്രം ഡെൻസ് മീഡിയം ടു റെയർ മീഡിയം. ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലായി. സോ ലൈറ്റ് എന്ത് ചെയ്തു? അതേ മീഡിയത്തിലോട്ട് വന്നു. ഇവിടെ നിങ്ങൾ കാണുന്നു, രണ്ടാമത്തെ പിക്ചർ കാണുന്നില്ലേ? ഇതാണ് ഇവിടുത്തെ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. കണ്ടോ? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്താണ്? നേരെ പോവുക. ഈ മൂന്നാമത്തെ ഫിഗറിൽ കാണുന്നത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ തട്ടി എന്ത് ചെയ്തു? തിരിച്ച് വന്നു. അപ്പൊ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് വെച്ചാൽ എന്തായിരുന്നു? വെൻ ലൈറ്റ് റേ എൻറ്റേഴ്സ് ഫ്രം ഒപ്റ്റിക്കലി ഡെൻസർ. ഇത് കണ്ടീഷൻ വേണേ, ഡെൻസിൽ നിന്ന് റെയറിൽ പോയാൽ മാത്രമേ ഇത് സംഭവിക്കുകയുള്ളൂ. ഓക്കെ. ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അറ്റ് വിച്ച് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ബിക്കം 90 ഡിഗ്രീസ് കോൾഡ് ക്രിട്ടിക്കൽ ആംഗിൾ. ഇപ്പൊ നമ്മൾ ഗ്ലാസും എയറും എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് 42 ഡിഗ്രിയാണ്. എത്രയാണ്? 42 ഡിഗ്രിയാണ്. ഇനി അപ്പൊ എന്താണ് ഈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് റേ അല്ലെ ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയത്തിലോട്ട് ലൈറ്റ് പോകുമ്പോൾ അവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലാണെങ്കിൽ റൈസ് അതേ മീഡിയത്തിലോട്ട് റിഫ്ലക്ട് ബാക്ക് ചെയ്യുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. നമ്മളിതാ ഈ കാണുന്ന സാധനം നമ്മൾ ഈ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. ഇത് ഒപ്റ്റിക് ഫൈബറാണ്. ഇതിനകത്ത് നടക്കുന്നത് എന്താണ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഇത് ഇവിടെ കണ്ടോ? നമ്മൾ ഈ ഫിഷ് ടാങ്കിന്റെ അടിയിലോട്ട് ഇങ്ങനെ നോക്കുമ്പോഴേ നിങ്ങൾ ചിലരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നമുക്ക് എന്ത് കാണാൻ പറ്റും? ഇതിന്റെ തന്നെ റിഫ്ലക്ഷൻ ഇവിടെ മുകളിൽ കാണാൻ പറ്റും, ടാങ്കിന്റെ അടിഭാഗത്തിന്റെ. ഇതിന്റെ കാരണം എന്ത് തന്നെയാണ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അതായത് ബോട്ടം ഓഫ് ദ അക്വാറിയം ഈ സീൻ എബവ് ദ സർഫസ് ഓഫ് ദ വാട്ടർ. വാട്ട് മേ ബി ദ റീസൺ? എന്തുകൊണ്ടാണ്? അക്വാറിയം അണ്ടർഗോസ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഓഫ് ദ സർഫസ് ഓഫ് വാട്ടർ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് കാണുന്നത്? സർഫസ് കാണുന്നത്. ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നുകൂടെ ബാക്കിൽ പോയിട്ട് ഒന്നുകൂടി എക്സ്പ്ലനേഷൻ കണ്ടു നോക്കണം. ഉറപ്പായിട്ട് കിട്ടും. വീഡിയോ ലെങ്ത് ഞാൻ കൂട്ടുന്നില്ല. അടുത്ത ടോപ്പിക്കിലോട്ട് പോകും. ഇതേ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് നമ്മൾ നിത്യജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒന്നാണ് മിറേജ് എന്ന് പറയുന്നത്. എന്താ മിറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സാധാരണ ഈ പറയുന്ന സമ്മർ സീസണിലാണ് കാണുന്നത്. അപ്പൊ സമ്മർ സീസണിലൊക്കെ നമ്മൾ റോഡിൽ കൂടി വണ്ടി ഓടിച്ചു പോകുമ്പോഴേ നമ്മൾ പെട്ടെന്ന് ഈ ചെറിയൊരു കയറ്റമൊക്കെ കയറുമ്പോൾ ഈ റോഡിൽ ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കുന്നതായിട്ട് നമുക്ക് തോന്നും ദൂരേന്ന് നോക്കുമ്പോൾ. അപ്പൊ ഇങ്ങനെ തോന്നുന്ന ആ ഒരു അവസ്ഥയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മിറേജ് എന്ന് വിളിക്കുന്നത്. കണ്ടോ? ഈ ബസ്, ഈ കാറുകാരൻ എന്ത് തോന്നുന്നു? ഈ മരത്തിന്റെ റിഫ്ലക്ഷൻ ഇവിടെ താഴെ കാണുന്ന കാരണം ഇവിടെ വെള്ളം കിടക്കുന്നതായിട്ട് തോന്നിക്കും. ഈ തോന്നിക്കുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മിറേജ് എന്ന് വിളിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് മിറേജ് ഉണ്ടാകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. സോ സംഭവം സിമ്പിൾ ആണ്. ഇതാണ് നമ്മുടെ റോഡ്. കുറച്ചുകൂടി വൃത്തിയായിട്ട് വരയ്ക്കാം അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ റോഡ്. ഈ റോഡിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വണ്ടി ഓടിച്ച് പോകുന്നത്. സമ്മർ സമയമാണ് അല്ലെ? അപ്പൊ ഇവിടെ സൂര്യനുണ്ട്. സൂര്യനപ്പൊ നല്ല രീതിയിൽ എന്തായിരിക്കും? ചൂടായിരിക്കും. അപ്പൊ സൂര്യപ്രകാശം വന്ന് ഈ സർഫസിൽ തട്ടി ഈ സർഫസ് എന്ന് പറയുന്നത് ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്? നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട് അല്ലെ? ഈ സർഫസ് ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്? നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട് അല്ലെ? ഇപ്പൊ നല്ല ചൂടായിട്ട് കിടക്കുക. അപ്പൊ എന്ത് പറ്റും? ഇതിന് മുകളിലുള്ള എയറും എന്ത് ചെയ്യും? ചൂടാകും. എയറും എന്ത് ചെയ്യും? ചൂടാകും. മനസ്സിലാക്കി വെച്ചോളുക. ചൂട് എയർ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ഒരു റെയറർ മീഡിയം ആണ്. എന്ന് വെച്ചാൽ ഡെൻസിറ്റി കുറവാണ്. അതിന് തൊട്ട് മുകളിലുള്ള എയർ എന്ന് പറയുന്നത് തണുത്ത എയർ ആയിരിക്കും. ഈ തണുത്ത എയർ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ഡെൻസർ മീഡിയം ആയിരിക്കും. എന്തായിരിക്കും? ഡെൻസർ മീഡിയം ആയിരിക്കും. അപ്പൊ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ ലൈറ്റ് റേ ഉണ്ടല്ലോ, ഈ പ്രകാശം എന്ത് പറ്റും? റെയർ മീഡിയത്തിൽ നിന്ന് ഡെൻസ് മീഡിയത്തിലോട്ട് പോകും. അങ്ങോട്ട് പോകും. റെയർ മീഡിയത്തിൽ നിന്ന് ഡെൻസ് മീഡിയത്തിലോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും? ഇത് ബെൻഡ് ചെയ്യും. ഇതെന്ത് ചെയ്യും? ബെൻഡ് ചെയ്യും. അപ്പൊ ഈ ബെൻഡിങ് കാരണം എന്ത് പറ്റും? ബെൻഡ് ചെയ്യുന്നുണ്ട്. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കും അല്ലെ? അപ്പൊ ലൈറ്റ് റേ എന്ത് ചെയ്യും? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കും. അപ്പൊ മരമുണ്ട്, മരത്തിന്റെ ലൈറ്റ് റേ എന്ത് ചെയ്യും? ഈ പറയുന്ന ഡെൻസ് മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയത്തിലോട്ട് പോകുമ്പോൾ ഇത് എന്ത് ചെയ്യും? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ കാരണം തട്ടി എന്ത് ചെയ്യും? പുറത്തോട്ട് വരും. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ലൈറ്റ് റേ കാണാം. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ്? ഈ മരത്തിന്റെ റിഫ്ലക്ഷൻ ഇരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അതായത് ഈ പറയുന്ന മരത്തിൽ നിന്ന് വരുന്ന ലൈറ്റ് റേ എവിടെ പോകുന്നു? ആദ്യം ഡെൻസ് മീഡിയത്തിൽ പോകുന്നു, എന്നിട്ട് റെയർ മീഡിയത്തിൽ പോകുന്നു. അപ്പൊ റിഫ്രാക്ട് ചെയ്യുന്നു, നേരെ ഇങ്ങോട്ട് വരുന്നു. അതാണ് നമ്മൾ വണ്ടിക്കകത്തിരുന്ന് കാണുന്നത്. അപ്പൊ നമുക്ക് എന്ത് തോന്നും? ഇതേപോലത്തെ ഒരു മരം ഇവിടെ തലകുത്തനെ നിൽക്കുന്നതായിട്ട് തോന്നും.
ഓക്കെ, ഇവിടെ എന്ത് ചെയ്യും, തലകുത്തനെ നിൽക്കുന്നതായിട്ട് തോന്നും. അപ്പൊ ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മിറേജ് എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്, മിറേജ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണോ? ഇത് ഇവിടെ നോക്കിക്കോ, കണ്ടോ, ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് റേ, ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് റേ എന്ത് ചെയ്യുന്നു, ദേ തണുത്ത മീഡിയത്തിൽ നിന്ന് ചൂട് മീഡിയത്തിൽ പോകുന്നു, റിഫ്ലക്ട് ചെയ്യുന്നു, നേരെ കണ്ണിലെത്തുന്നു. നമുക്കറിയാം അല്ലെ, കണ്ണിന് ഒരു ഒബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ അതിന് നേരെ നമ്മൾ എന്താണ്, ലൈറ്റ് എവിടെ നിന്ന് വന്നു അവിടെ ഒബ്ജക്റ്റ് ഇരിക്കുന്നതായിട്ട് കണ്ണിന് തോന്നുന്നു. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ ഇതുപോലത്തെ ഒബ്ജക്റ്റ് തലകുത്തന്നെ ഇവിടെ നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും. ഇതാണ് എന്താന്ന് പറയുന്നത്, മിറേജ് എന്ന് പറയും. സോ എന്താ പറ്റുന്നത് ഇവിടെ മിറേജിനകത്ത്, ദ ലെയർ ഓഫ് ദ എയർ ക്ലോസ് ടു ദ റോഡ് എന്ത് ചെയ്യും, ലോ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആയിരിക്കും, അത് വാം ആവുമ്പോൾ അപ്പർ ലെയറിനെ കാണും. അപ്പൊ എന്ത് പറ്റും, മുകളിലോട്ട് തോറും ഡെൻസിറ്റി കൂടി വരുന്നു, താഴെ വരുന്നു. അപ്പൊ എന്തോ ഒരു സറൗണ്ടിങ് ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് റേ ഡിഫറെന്റ് ലെയറിൽ കൂടി പോകുന്നത് കാരണം റിഫ്രാക്ഷൻ അല്ലെങ്കിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നു. അങ്ങനെ എന്ത് പറ്റുന്നു, ലൈറ്റ് റേ ഡീവിയേറ്റ് ചെയ്യുന്നു, നമ്മുടെ കണ്ണിലോട്ട് വരുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് മിറേജ്. ഓക്കെ അല്ലേ? ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പുറകെ പോയി കണ്ടിട്ട് വാ, കാര്യം മനസ്സിലാവും. ലാസ്റ്റ് ടോപ്പിക്, ഈ ചാപ്റ്ററിന്റെ ഏറ്റവും അവസാന ടോപ്പിക്കിലോട്ട് പോവുകയാണ്. ആപ്ലിക്കേഷൻ ഓഫ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. 3 ആപ്ലിക്കേഷൻ പഠിക്കണം, സിമ്പിൾ സംഭവം. ഒന്നാമത്തേത് റിഫ്ലക്റ്റേഴ്സ്. നമ്മളൊക്കെ വണ്ടിക്കകത്ത്, ഈ വണ്ടിയുടെ കണ്ണാടിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ പറ്റും, നമ്മുടെ ഹെഡ് ലൈറ്റിലും ഈ റിഫ്ലക്ടർ എന്നൊരു സാധനം ഉപയോഗിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താ റിഫ്ലക്ടറിന്റെ പ്രത്യേകത? ഒരു ചെറിയ ലൈറ്റ് അടിച്ചാൽ തന്നെ നല്ല രീതിയിൽ എന്ത് ചെയ്യും, തിളങ്ങും അല്ലേ? നമ്മളെ വണ്ടിയുടെയൊക്കെ ബാക്ക് സൈഡിലൊക്കെ ആയിട്ട് നമ്മൾ റിഫ്ലക്ടർ, ലൈറ്റിന്റെ പുറകെ ഇരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ലോ റിഫ്ലക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ. സൈക്കിളിന്റെ പുറകിലൊക്കെ നമ്മൾ റിഫ്ലക്ടർ വയ്ക്കാറുണ്ട് അല്ലേ? എന്തിനാണ്? പുറകിൽ നിന്ന് വരുന്നവര്, അല്ലെ, പുറകിൽ നിന്ന് വരുന്ന വണ്ടികൾ അതിന്റെ ലൈറ്റ്, ആ വണ്ടിയിൽ നിന്ന് വരുന്ന ഹെഡ്ലൈറ്റ് അടിച്ചിട്ട് എന്ത് ചെയ്യണം, ഇതിനെ കാണും. സംഭവത്തിൽ എന്താണെന്ന് നമുക്കൊന്ന് സംഭവം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, വീണ്ടും നമ്മൾ വരയ്ക്കുക. ഓക്കെ ഓക്കെ ഇവിടെ സോറി, ഒന്ന് മിസ്സായിപ്പോയി. ശരി. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്, റിഫ്ലക്ടറിനെ പറ്റിയ. അപ്പോൾ ഒന്നുകൂടി ഒന്ന് ലൈൻ വരയ്ക്കുക. അപ്പോൾ ഇതാണല്ലേ. ഓക്കെ, ഇപ്പൊ റിഫ്ലക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിൾ ഷേപ്പിലായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, എന്ന ഷേപ്പിലായിരിക്കും ഇരിക്കുന്നത്, ഇതുപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലായിരിക്കും. ഇത് ഞാൻ റിഫ്ലക്ടർ ഒരു ഭാഗത്തിനെ വലുതാക്കി വരച്ചേക്കുക. അപ്പോൾ ഇതാണ് റിഫ്ലക്ടർ. ഈ റിഫ്ലക്ടർ ഞാൻ സൈക്കിളിനെ പുറകെ ഒട്ടിച്ച് വെച്ചേക്കാന്ന് വിചാരിക്കുക. അപ്പൊ ഇതാണ് സൈക്കിൾ. ഓക്കെ, ഈ സൈക്കിളിന്റെ മഡ്ഗാർഡിനകത്തിരിക്കുന്ന ഇതാണ് റിഫ്ലക്ടർ. ഇത് ഞാൻ എൻലാർജ് ചെയ്ത് വരച്ചേക്കുന്നതാണ്. അപ്പൊ ഇവിടുന്ന് ഒരു വണ്ടി വരികയാണ്. ഓക്കെ, എന്ത് വരികയാണ്, ഒരു വണ്ടി വരികയാണ്. അപ്പൊ വണ്ടിയിൽ നിന്നുള്ള ലൈറ്റ് എന്ത് ചെയ്തു, ഇങ്ങോട്ട് അടിക്കുകയാണ്. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, ലൈറ്റ് റേ വന്നു ഈ സർഫസിൽ കൂടെ അകത്തോട്ട് കയറി. എന്നാൽ ഈ പറയുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഏതാണ്ട് 45 ഡിഗ്രിയാണ്. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടന്ന് ഇത് തട്ടി താഴോട്ട് വരും. ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 45 ഡിഗ്രി വരും. അപ്പൊ അവിടെ എന്ത് ചെയ്യും, ഇത് വീണ്ടും തട്ടി റിഫ്ലക്ട് ചെയ്ത് എന്ത് ചെയ്യും, തിരിച്ച് വന്ന ഭാഗത്തിലോട്ട് തന്നെ പോകും. അപ്പൊ ഈ വണ്ടിയിൽ നിന്ന് വന്ന ലൈറ്റ് തട്ടി 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 തിരിച്ച് അങ്ങോട്ട് വരും, വണ്ടിയിലോട്ട് വരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഒരു തിളക്കം ഉള്ളതായിട്ട് കാണാൻ പറ്റും. അങ്ങനെ നമുക്ക് ഒബ്ജക്റ്റിനെ എന്ത് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത്, റിഫ്ലക്ടറിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കോ, കണ്ടോ, ലൈറ്റ് റേ വരുന്നു, തട്ടുന്നു, മുകളിലോട്ട് പോകുന്നു, തിരിച്ചു വരും. കാരണം എന്താ, വരുന്ന ലൈറ്റ് റേ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് പ്രത്യേക രീതിയിലാണ്. അപ്പൊ എത്രയായിരിക്കും ഇവിടെ വരുന്ന ആംഗിൾ, 45 ഡിഗ്രി ആയിരിക്കും. അത് തട്ടുന്നു, താഴേക്ക് വരുന്നു, ഇവിടെ എത്ര ഡിഗ്രി ആയിരിക്കും, 45 ഡിഗ്രി ആയിരിക്കും, തിരിച്ചു പോകും. അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്, റിഫ്ലക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്മോൾ പ്രിസംസ് വെച്ചിട്ടുണ്ട് റിഫ്ലക്ടറിനകത്ത്. ഈ വരുന്ന പി ക്യൂ, ഇതാ വരുന്ന കണ്ടോ, പി ക്യൂ സർഫസിലോട്ട് വന്ന് തട്ടും. അവിടെ റിഫ്രാക്ഷൻ ഒന്നും നടക്കൂല. കാരണം 42 ഡിഗ്രിയാണ് നമുക്ക് വേണ്ടത്. ഇപ്പൊ ഇതിന് ക്രിട്ടിക്കൽ ആംഗിൾ 42ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇവിടെ 45 ഉണ്ട്. അപ്പൊ ഉറപ്പായിട്ട് റിഫ്രാക്ഷൻ അല്ലെങ്കിൽ റിഫ്ലക്ഷൻ നടക്കും. സോ എ ബിയുടെ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്, 45 ഡിഗ്രിയാണ്. അപ്പൊ എന്ത് പറ്റും, അണ്ടർഗോ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അങ്ങനെ ബിയിലെത്തും. എവിടെ എത്തും, ബിയിലെത്തും. ബിയിലും ആംഗിൾ കൂടുതലാണ്ട് എന്ത് ചെയ്യും, തട്ടി തിരിച്ചു വരും. ഇങ്ങനെയാണ് എന്ത് വർക്ക് ചെയ്യുന്നത്, റിഫ്ലക്ടർ വർക്ക് ചെയ്യും. ഇതേ ആപ്ലിക്കേഷനിലുള്ള മറ്റൊരു സാധനമാണ് എന്ത്, പെരിസ്കോപ്പ്. പെരിസ്കോപ്പ് എന്തിനാ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ സബ്മറീൻ ഉണ്ടല്ലോ, ഈ അന്തർവാഹിനികൾ, അതിനകത്തിരുന്നുകൊണ്ട് കടലിന്റെയൊക്കെ മുകളിൽ നടക്കുന്ന സംഭവം നോക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് പെരിസ്കോപ്പ്. അപ്പൊ ഇവിടെ എന്ത് തന്നെയാണ് വെച്ചേക്കുന്നത്, കണ്ണാടിയാണ് വെച്ചേക്കുന്നത്. കണ്ടത്, ഇവിടെ ഒരു കണ്ണാടിയുണ്ട്, ഇവിടെ ഒരു കണ്ണാടിയുണ്ട്. ഈ കണ്ണാടികളുടെ ആംഗിൾ എത്രയാണ്, 45 ഡിഗ്രിയാണ്. അപ്പൊ മരത്തിൽ നിന്ന് വരുന്ന ലൈറ്റ് റേ ആദ്യം വന്ന് എന്ത് ചെയ്യും, ഈ ഒന്നാമത്തെ കണ്ണാടി തട്ടും, 45 ഡിഗ്രിയാണ്, താഴോട്ട് വരുന്നു, ഇവിടെയും തട്ടും, 45 ഡിഗ്രിയാണ്,
തിരിച്ചെന്ത് ചെയ്യും, കണ്ണിലേക്ക് പോകും. സോ നമുക്ക് കടലിനടിയിൽ ഒളിച്ചിരുന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, കടലിന്റെ മുകളിലുള്ള കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. ഓക്കെ, അതെന്താണ്? ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഫോർ ഒബ്സർവിംഗ് ഓവർ ഓർ അറൌണ്ട് ഓർ ത്രൂ എ ഒബ്സ്റ്റക്കിൾ ഓർ ഒബ്ജക്ട് വിച്ച് ഈസ് പ്രിവെന്റഡ് ബൈ ഡയറക്ട് ലൈൻ ഓഫ് സൈറ്റ്. എന്ന് വെച്ചാൽ എന്താ, ഇപ്പോൾ കടലാണെന്ന് വിചാരിക്കുക, ഇതാണ് കടൽ. കടലിനടിയിലാണ് എന്തിരിക്കുന്നത്, ആ സബ്മറീൻ ഇരിക്കുന്നത്. അപ്പൊ ഇതിനകത്തുള്ള പെരിസ്കോപ്പ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ആ കടലിന്റെ പുറത്ത് ഏതെങ്കിലും എനിമീസോ ഷിപ്പോ വല്ലതും ഉണ്ടോ എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതാണ് പെരിസ്കോപ്പ്. ലാസ്റ്റ് ടോപ്പിക് ഒപ്റ്റിക് ഫൈബർ. നമ്മൾ നേരത്തെ തന്നെ കണ്ടു. ഈ ഒപ്റ്റിക് ഫൈബറിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് ടോട്ടൽ ഇന്റർണൽ റിഫ്ലക്ഷൻ ആണ്. ഇത് മെഡിക്കൽ ഫീൽഡിൽ നമ്മൾ എൻഡോസ്കോപ്പിക്കും ടെലി കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ നമ്മൾ ഇന്റർനെറ്റ് ഒക്കെ കിട്ടാനായിട്ടും ഒപ്റ്റിക് ഫൈബർ കേബിൾ ഉപയോഗിക്കും. നടക്കുന്ന കാര്യം വളരെ സിമ്പിളാണ്. രണ്ട് ഭാഗങ്ങളാണ് ഒപ്റ്റിക് ഫൈബർ കേബിളിനുള്ളത്. ഒന്ന് ഇന്നർ കോർ അഥവാ ഈ അകത്ത് കാണുന്ന ഈ ഒരു ഭാഗം, പിന്നെ വരുന്ന ഔട്ടർ കോട്ടിങ്, അതിനകത്തൊരു ക്ലാഡിങ്. ഇപ്പൊ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇന്നർ കോറും ഈ ക്ലാഡിങ്ങിന്റെ ഭാഗവും രണ്ട് ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിലായിരിക്കും. ഓക്കെ, ഇന്നർ കോർ എന്ന് പറയുന്നത് ഒരു ഡെൻസർ മീഡിയവും ക്ലാഡിങ് എന്ന് പറയുന്ന ഒരു റെയർ മീഡിയവും. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് ആദ്യം അകത്തൂടെ പോയി ഡെൻസർ മീഡിയത്തിൽ കൂടെ പോയിട്ട് എങ്ങോട്ട് കണ്ടോ, ക്ലാഡിങ്ങിലോട്ട് ചെല്ലും. അപ്പൊ ക്ലാഡിങ് എന്താണ്, റെയർ മീഡിയം. അവിടുത്തെ ആംഗിൾ പ്രത്യേക രീതി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്ത് പറ്റും, നേരെ പോകാതെ ലൈറ്റ് എന്ത് ചെയ്യും, തട്ടി റിഫ്ലക്ട് ചെയ്യും. അപ്പൊ തട്ടുന്നു, റിഫ്ലക്ട് ചെയ്യുന്നു, തട്ടുന്നു, റിഫ്ലക്ട് ചെയ്യുന്നു, നേരെ പോകും. ഇതാണ് എന്ത്, ഒപ്റ്റിക് ഫൈബർ കേബിളിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. എൻഡോസ്കോപ്പിയിലും ഇത് തന്നെ കണ്ടോ, ഈ വളഞ്ഞു തിരിഞ്ഞു പോകുന്ന കേബിളിലൂടെ നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന്റെ ഇമേജ് എടുക്കുന്ന പരിപാടിയാണ് എൻഡോസ്കോപ്പി. ഈ എൻഡോസ്കോപ്പിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലൈറ്റ് ആണ്. ഗുണം എന്താന്ന് വെച്ചാൽ ലൈറ്റിന്റെ സ്പീഡാണ്. ഇലക്ട്രിക്കൽ സിഗ്നൽ പോലെയല്ല, ലൈറ്റിന് 3x10⁸ മീറ്റർ പെർ സെക്കൻഡോളം വെലോസിറ്റിയിൽ വാക്യൂമിൽ പോകാൻ പറ്റും. അപ്പൊ അതിനേക്കാളും കുറച്ച് കുറഞ്ഞ സ്പീഡ് നമുക്ക് ഇതുവഴി കടത്തിവിടാൻ പറ്റും, ഈ പറയുന്ന ഒപ്റ്റിക് ഫൈബർ കേബിളിൽ കൂടി കടത്തിവിടാൻ പറ്റും. അപ്പൊ എഫിഷ്യന്റ് ആയിട്ടും സ്പീഡിലും എന്ത് ചെയ്യാൻ പറ്റും, ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇതാണ് ഒപ്റ്റിക് ഫൈബറിന്റെ ഗുണമെന്ന് പറയുന്നത്. ഇതിനകത്തും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് നടക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ തീർന്നിരിക്കുകയാണ്. ഇനി ഒരു ക്ലാസ്സും കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യും. അതിനകത്ത് നമ്മൾ ഇതിന്റെ ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്ത് ചെയ്യും, വർക്കൗട്ട് ചെയ്യും. സോ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.